ഇത് മൂന്നാമത്തെ ദിവസമാണല്ലോ. ഒരു വാക്യം ഞാൻ പലപ്പോഴും ഉപവാസ പ്രാർത്ഥനയിൽ വായിക്കുന്ന ഒരു വാക്യമാണ്. അതായത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഉള്ളിൽ നിന്ന് ജീവനം. സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങളൊന്നുമില്ലെന്ന് സമ്മതിക്കുന്നു. അപ്പാ, ഞങ്ങൾ 3 ദിവസം ഇവിടെ ആയിരിക്കാൻ നീ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും. തുടർന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് തുടർന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യോർക്കരുത്. രക്തത്തിന്റെ മറവിൽ മറയ്ക്കണമേ, ക്രിസ്തുവിന്റെ മറവിൽ മറയ്ക്കണമേ, അതിന്റെ നാവിലൂടെ സംസാരിക്കണമേ, ഇതേവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉപവാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ഓർപ്പിച്ചു പോവുകയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന അനേക വർഷങ്ങളായി സുവിശേഷം കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതുമയൊന്നുമില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് കേൾക്കുന്നത്. എന്നാൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വചനം തേനിനെയും തേങ്കട്ടയേക്കാളും മധുരമേറിയ. ഇതാർക്കാ? ഇത് ശ്രദ്ധിക്കുന്നവർക്കാ, ഇത് ഉൾക്കൊള്ളുന്നവർക്കാ. അല്ലാത്തവർക്ക് ഇത് മുമ്പ് പറഞ്ഞതാണെന്ന് തോന്നുകയും അവർക്ക് ഒന്നും ലഭിക്കാതെ പോവുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഉപവാസത്തെ കുറിച്ച് ഈ 2 ദിവസങ്ങളിലും പ്രസംഗിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ ഉപവാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഉപവാസം എന്ന് പറയുന്നത്, ആമേൻ, ഒരു വിശ്വാസി ഉപവസിക്കുമ്പോൾ അവന് ദൂതന്മാരുടെ പ്രഭ ലഭിക്കും. ദൂതന്മാരുടെ പ്രഭയെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ മുഖത്തൊരു പ്രഭയുണ്ടോ? ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ 3 നാൾ ഇവിടെ ഇരുന്നു. നമ്മുടെ മുഖം കാണുമ്പോൾ ആമേൻ സ്വർഗം സന്തോഷിക്കത്തക്കവണ്ണം ഒരു പ്രഭ നമ്മള് പ്രാപിക്കുന്ന അനുഭവമാണ്. ഒന്ന്, ഉപവസിക്കുമ്പോൾ ദൂതന്മാരുടെ പ്രഭ ലഭിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് പറയുകയാണ്, ഉപവസിക്കുമ്പോൾ സ്വർഗം തുറക്കും. ഹല്ലേലൂയ! സ്വർഗം തുറന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അവനത് ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിനോട് ചോദിച്ചാൽ സ്തെഫാനോസ് പറയും, ഞാൻ ആത്മാവിൽ സ്വർഗം തുറന്നത് കണ്ടു, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ? സ്തെഫാനോസ് അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടത കണ്ടപ്പോൾ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായ സ്തെഫാനോസിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ദൈവം. അനേക ഭാഗങ്ങളുണ്ട്. ആമേൻ. അംശമായിട്ട് യാക്കോബ് കണ്ടതായി നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ കല്ല് തലയായി വെച്ചുകൊണ്ട് നടക്കുമ്പോൾ സ്വർഗത്തോളം എത്തുന്നൊരു കോഴി. കോഴിയുടെ മുകളിൽ നിന്ന് യേശു അവനോട്, ദൈവം അവനോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേക പ്രവചനങ്ങൾ പ്രവചനത്തിൽ പ്രവാചകൻ കാണുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. എന്നാൽ നമുക്കറിയാം, മോശ ദൈവവുമായി സംസാരിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജനം പറഞ്ഞു, എന്താ നിന്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് നിന്റെ മുഖത്തൊരു തുണി അങ്ങിട്ടേക്കാൻ. ഉപവസിച്ചിറങ്ങി വരുമ്പോ മുഖത്തൊരു പ്രകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, ഉപവസിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് പറക്കുവാനുള്ള ചിറകുകൾ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ പ്രസംഗ വിഷയമാ. എന്നാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആമേൻ. 4ാമത് പറയുകയാണ്, ഉപവാസം എന്ന് പറയുന്നത് നമുക്ക്, ദൈവമക്കൾക്ക്, ഇത് 2ാം ഇസ്രായേല് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം തോൽക്കാത്ത ആയുധമാണ്. യേശുക്രിസ്തു ഉപവസിച്ചപ്പോൾ പൈശാചികൻ പരീക്ഷിക്കാൻ വന്നപ്പോൾ വചനം കൊണ്ട് അവൻ ഉപവസിച്ചിരുന്ന യേശു കർത്താവ് അവനെ പരാജയപ്പെടുത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വിടുക. അപ്പൊ ഞാൻ 4 കാര്യങ്ങൾ ഓർപ്പിച്ചു. ഉപവസിക്കുവാൻ കടന്നു വരുമ്പോൾ, ഒരുങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ഉപവാസം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്റെ മുഖം കാണുന്നവർക്ക് തോന്നണം, എന്റെ മുഖത്ത് ദൈവിക ശോഭയുണ്ട്. രണ്ടാമതായി, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്ന് ചില സ്വർഗീയ അനുഭവങ്ങളെ എനിക്ക് ദൈവം നൽകിയെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. 3ാമത്തെ പറയുക, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയമുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയമായ അനുഭവങ്ങളെ ദർശിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയ ചിറകുകൾ ദൈവം നമുക്ക് നൽകും.
നാലാമതായി ഞാൻ പറഞ്ഞല്ലോ, ഉപവാസം തോൽക്കാത്തൊരായുധമോ ഏത് വിഷയത്തിലും. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളെ തോൽപ്പിക്കുവാൻ ഏറ്റവും നവീനമായ ബോംബ് പോലുള്ള അല്ലെ തീ ബോംബ് പോലുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് എന്താണെന്നറിയാമോ? അത് ഒരു തോൽക്കാത്ത ആയുധമാ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത്. ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, കൂടെ വസിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിന് സ്വന്തം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഇവിടെ പാപം ക്ഷമിച്ച് അവിടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. മതി. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാ. കാരണം ഉപവാസ പ്രാർത്ഥനകളില് ഇങ്ങനെയുള്ള വാക്കുകളും വചനങ്ങളും ഒക്കെ നമ്മള് കേൾക്കാറുണ്ട്. അവിടെ പറയുക, ദിനവൃത്താന്ത പുസ്തകത്തില് ദൈവത്തിൽ നടന്നുപോയ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുക. ദൈവം ഇങ്ങനെ സംസാരിക്കുക, എന്റെ ജനം നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്, നിങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന് നിങ്ങൾ എന്റെ ജനമാ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽപ്പെട്ടതാണ്. നമുക്കാണ് കറുത്തവനെന്നും വെളുത്തവനെന്നും പാമരനെന്നും പണക്കാരനെന്നും വ്യത്യാസം ഈ ഭൂമിയിലുള്ളത്. എന്നാൽ ദൈവത്തിന് അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു, ഒരു പോസ്റ്റ് ഒടിഞ്ഞത് കാരണം കൊണ്ടാണ് കറണ്ട് ലഭിക്കാതെ പോയത്. പക്ഷെ ദൈവം നല്ല അനുകൂലമായൊരു കാലാവസ്ഥ വന്നു. സ്വതന്ത്രം പറയാൻ മതിയില്ലയോ? ഇല്ല. ഇന്ന് രാവിലെ എങ്ങനെയായിരുന്നു? മഴയാ, പോകണ്ട എന്നൊക്കെ പലരും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇവിടെ കസാര ഒഴിഞ്ഞു കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. എന്നാൽ എനിക്കൊരു വിശ്വാസമുണ്ട്, 4 ദിക്കുകളിലേക്ക് നോക്കി ഞാൻ എന്റെ പ്രഭാതത്തിൽ പ്രാർത്ഥിപ്പാനിടയായി. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം നമ്മളെ നടത്തി. മഴ പെയ്യരുതെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യാചിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവം ഒരുക്കി തന്ന നന്ദിയോടെ സ്വന്തം. അങ്ങനെയാണെങ്കിൽ അവരെന്റെ മുഖം അന്വേഷിക്കണം. പ്രിയപ്പെട്ട ദാസൻ പറഞ്ഞു, മുഖം അന്വേഷിച്ച ഒരു സഹോദരിയ, ഏറ്റവും വിലപിടിപ്പുള്ള ആമേൻ ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത ആ പാത്രവും അതോടൊപ്പം തന്നെ ആ വിലയേറിയ തൈലവും കർത്താവിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ തലമേൽ ഒഴുക്കിയത് കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഒന്നിനും കുറവ് വരുത്തത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്റെ ജനം എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ താഴ്ത്തണം. നമ്മളെപ്പോഴും എപ്പോഴും മൂടില്ല. എന്നെ കഴിഞ്ഞ ഒരാളില്ല, ഇല്ലേ? നമ്മൾ എപ്പോഴും ഈ പൈശാചികര അഹംഭാവം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരും. എന്നാ വചനം പറയുക, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ 0 ആയി മാറണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഭക്തൻ പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അംബാസഡറാ, മാത്രമല്ല നിങ്ങളൊരു ഹീറോയാ. അവൻ താഴ്ത്തുന്നവർക്ക് ലഭിക്കുന്ന അനുഭവം ആ സ്വർഗത്തിൽ അവൻ ഹീറോയാകുന്നത്. പോകട്ടെ, അവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ താഴ്ത്തണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. പൗലോസും ശീലാസനോടും ചോദിച്ചുകൊണ്ട് കയ്യും കാലും ആപത്തിലിട്ടിരിക്കുക, അനങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവര് ദൈവത്തിന് പ്രാർത്ഥിച്ചു, സ്വാമേൻ ദൈവത്തെ ആരാധിച്ചു. അവരുടെ കൈകാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവത്തിന് സ്തോത്രം. അവൻ ബന്ധനങ്ങൾ അഴിയുന്നത് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നീക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴും. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മളെ വീണ്ടെടുത്ത യേശു കർത്താവ്. മറ്റുള്ളവർക്കൊന്നും ആരാധന കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പറയുകയാണ്, നിങ്ങൾ എന്റെ മുഖമൊന്ന് അന്വേഷിക്കുക. ജനത്തോട് പറയുക, എന്നിട്ട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം. ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം.
അപ്പൊ ഞാനെപ്പോഴും പറയുന്നൊരു വേർഡുണ്ട്. ഈ ജ്ഞാനക്കാർ പൊതുവെ പറയും, സോറി അത് പറയാൻ പാടില്ല, പറയുമ്പോൾ സ്വതവേ പറയും ഞങ്ങളെല്ലാം ഹോൾസെയിൽ ബുദ്ധിക്കാരാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. റീറ്റെയിലുള്ളവർ ഒരാൾ പോലുമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ റീറ്റെയിലൊന്നും അമേനിപ്പം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അമേൻ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിടണം. കേട്ടോ, എന്റെ ജീവിതത്തിൽ 91 ഒക്ടോബർ 14 രാത്രി കണ്ണുനീരിന്റെ മധ്യേ എന്റെ ദുർമാർഗങ്ങളെ വിടുവാൻ തക്കവണ്ണം ദൈവാത്മാവ് എന്നെ ആത്മപ്രേരണ നൽകിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. അത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്, നമ്മുടെ കഴിവല്ല, മിടുക്കല്ല. പ്രിയപ്പെട്ടവരെ, അവൻ ദുർമാർഗങ്ങൾ എന്താണെന്ന് ഈ വചനം കേൾക്കുന്നവര് ചിന്തിച്ചോണം. എന്താ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പ്രവൃത്തി ചെയ്താലും അത് ദുർമാർഗത്തിൽ പെടുന്നവയാ. സ്വതന്ത്രം സ്വതന്ത്രം ഹല്ലേലൂയ ആമേൻ. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരോട് പറയേണ്ട കാര്യമില്ല. നിങ്ങള് ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ. കർത്താവിന്റെ വരവെങ്കിൽ രക്ഷിക്കപ്പെടും. അത് 3 പ്രോസസ്സാ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവത്തിന് സ്വതന്ത്രം. അവൻ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, തിരിയുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും. അപ്പൊ ഈ 3 ദിവസം തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? അല്ലേ പറ. ദൈവത്തിന് സ്വതന്ത്രം കേൾക്കുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ദൈവം വിടുതൽ തന്നു കഴിഞ്ഞാൽ ഈ സാക്ഷിയൊന്നും പറയില്ല. ദൈവത്തിന് സ്വതന്ത്രം. നമ്മളത് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുക. അത് ദൈവനാമമാണ് മഹത്വപ്പെടുന്നത്. അപ്പൊ നോക്കിയോളെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച്. നോക്കിയേ, പഴയ നിയമത്തിലായത് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒറ്റ അവസ്ഥയുള്ളൂ, നമ്മുടെ പാപങ്ങളെ അവരോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണത്തിലൂടെ ഞാനും നിങ്ങളും ദൈവമക്കളായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അവിടെ പറയുകയാണ്, നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും പറയൂ, ആമേൻ. എന്താ ചെയ്യുന്നത്? അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊള്ളു എന്ന് പറഞ്ഞാൽ ദേശത്തിന് എന്തിനാ സൗഖ്യം വരുത്തുന്നത്? ദേശത്ത് പാർക്കുന്ന ജനത്തിന് വിടുതൽ കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇവിടെ ഓർപ്പിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങള്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങള് പറയുകയാണ്, എല്ലാറ്റിന്മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവീൻ. കണ്ടോ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ്? ദുഷ്ടന്റെ തീയമ്പുകൾ എന്റെയും നിങ്ങളുടെയും നേരെ തൊടുത്തുവിടുന്ന തീയമ്പുകളുണ്ട്. നമ്മളെ കുറ്റം വിധിക്കുന്നവരുണ്ട്. എന്നാൽ എനിക്കും നിങ്ങൾക്കും എന്താ ഉള്ളതെന്ന് അറിയാമോ? ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആമേൻ. അതുകൊണ്ട് ആമേൻ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകം പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം. അത് പറയുമ്പോൾ ചില പ്രയാസമായി. ഈ 3 ദിവസം ദൈവം നമ്മളെ നടത്തിയവര് സ്തോത്രം പറയാൻ വകയുണ്ട് അല്ലേ? ഇന്ന് ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ദൈവം തന്ന സ്തോത്രം പറയാൻ വകയുണ്ട്. ഞാൻ രാവിലെ ഇവിടെ ചില ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ എത്ര വട്ടം എന്റെ കാലടിച്ചെന്നറിയാം. ഞാൻ വളരെ പറയുന്ന സ്തോത്രം അവരുണ്ട്. അതൊന്നും ദോഷത്തിനായിട്ട് ദൈവം തീരത്തില്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ ദൈവം തരുന്നതാ പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം അല്ലേ? നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പ്ലസ് ടു പാസ്സാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കും. എന്നാ ദൈവത്തിന് ആദ്യം സ്തോത്രം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം എന്റെ ദൈവത്തിന് എന്റെ കുഞ്ഞിന് ബുദ്ധി കൊടുത്തതിന്, എന്റെ കുഞ്ഞിന് 1ാം സ്ഥാനം കൊടുത്തതിന് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞ ശേഷം നമ്മൾ സ്വീറ്റ്സ് കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യെശയ്യാ 52:1 ഇങ്ങനെ പറഞ്ഞു, ഉറക്ക നിലവിളിക്കുക. യെശയ്യാ 52:1 ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാരണം പോലെ നിന്റെ ശബ്ദം ഉയർത്തണം.
പ്രിയപ്പെട്ടവരെ, എന്താ ഇവരോട് പറയുന്നറിയാമോ? പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ പാപത്തെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കണം, കരയണം. നിങ്ങൾ ഉറക്കെ വിളിക്കുന്നതിന് പലർക്കും വലിയ ബുദ്ധിമുട്ട്. ഉറക്കെ വിളിക്കുന്നു, ആവശ്യം വരുമ്പോൾ വിളിക്കും, ഉറക്കെ വിളിക്കും. നമ്മളെ പ്രിയപ്പെട്ടവര് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ ഉറക്കെ വിളിക്കും. എന്തായാലും ആവശ്യം വന്നത്. അപ്പം നമുക്ക് അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഉറക്ക നിലവിളിക്ക് ഞാൻ കരഞ്ഞ ആ ദിവസം കരഞ്ഞ കരച്ചില് അത് ഉറക്കെയുള്ള നിലവിളിയായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരു ശബ്ദം എനിക്ക് തന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതാണ് ദൈവം നമുക്ക് തരുന്ന വചനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ യെശയ്യാ 59:1 വരുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം എന്താ പറഞ്ഞ? യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇന്ന് സ്വർഗം മുഴുവൻ ദൂതന്മാര്, പിതാവ്, പുത്രന് എല്ലാ ഹോളിലേക്ക് നമ്മളിലേക്ക് അവന്റെ ചെവി ചായച്ചു വെച്ചിരിക്കുക. പറഞ്ഞോണം, ഈ മണി ഇത് തീരുന്നതിന് മുമ്പ് പറയാനുള്ളതങ്ങ് പറഞ്ഞോണം. ഹല്ലേലൂയ. അവനത് അവിടെ കുറിച്ചിടും. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അല്ലേ പറഞ്ഞേ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം ഇവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു വിശുദ്ധ ജനമായി തീരണമെന്ന. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ഒരു സ്റ്റാൻസ് മാത്രം പാടാൻ സമയമുള്ളൂ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ അവൻ വിശുദ്ധിയെ തികച്ചു നമ്മുടെ ഗുരുവാക്യം മറക്കരുത്. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമുക്ക് കുടിക്കുവാൻ, ദാഹം തീർക്കുവാൻ നമ്മുടെ അരുമനാഥന് ഹല്ലേലൂയ അവൻ നമ്മളോട് വചനത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൃപ നമ്മൾ അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം കൂടെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. യഹൂദന്മാരുടെ കൂടാര പെരുന്നാള് ഇന്നലെ തോമാച്ചാനത് ഓർപ്പിച്ചു. കൂടാര പെരുന്നാള് അവർ 7-ാം ദിവസം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഉത്സവം ആചരിക്കുന്ന ദിവസമാണ്. എന്നാൽ അവർ ശീലോഹോം കുളത്തിൽ നിന്ന് 7 ദിവസം വെള്ളം കൊണ്ടുവന്ന് ദൈവത്തിന് സ്തോത്രം ഒരു വെള്ളി കൊണ്ട് നിർമ്മിച്ച പാത്രത്തിൽ പകർന്നിരുന്നു എന്ന് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് യഹൂദന്മാരുടെ ഒരു പതിവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യാന്നറിയാമോ? ഈ വെള്ളം അവർ ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇത് കണ്ട് എന്റെ യേശു വിളിച്ചു പറഞ്ഞത്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എടുത്തവര് വായിച്ചു, സമയമില്ല. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഉത്സവത്തിന് മഹാനിന്മാർ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദിയിൽ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നമുക്കറിയാം, ഇതിനു ശേഷമാണ് തന്നെ യഹൂദാജനം ഉപേക്ഷിച്ചപ്പോൾ താൻ ശമരിയിലേക്ക് കടന്നുപോയത്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നു വരുന്നില്ല. അവൻ ശമരിയിലേക്ക് കടന്നു ചെന്നത് എന്തിനാണെന്നറിയാമോ? ഒരു സ്ത്രീ അവൾ ദാഹിക്കുന്നവളായിരുന്നു. അവളുടെ ജീവിതത്തില് പാപത്തിനോട് വസിച്ചവളായിരുന്നു. അവളെ വീണ്ടെടുക്കുമ്പോൾ ആ പട്ടണം മുഴുവൻ ദൈവത്തിന് ആത്മാക്കളായി ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് ശമരിയിലേക്ക് കടന്നുപോയത്. നിങ്ങൾ ഓർക്കണം, ശമരിയക്കാരി സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ലോകം ഉള്ളിടത്തോളം കാലം ഞങ്ങളെ പോലുള്ള സുവിശേഷകര് അവളെ കുറിച്ച് പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ
മറന്നു നോക്കിയേ, അവളോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. എന്നിൽ നിന്ന് കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കുകയില്ല. അവൾ പറയാ, അങ്ങനെയാണെങ്കിൽ ആ ദാഹജലം എനിക്ക് വേണം. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദാഹം, നിന്റെ ദാഹം ശമിപ്പിക്കുമെന്ന് കർത്താവോട് പറയുന്നുണ്ട്. ഞാൻ വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് എങ്ങനെയാ ഉപവസിക്കുന്നവരെ കാണുന്നത്? ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മളൊരു കാര്യം മറന്നു പോകരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ആമേൻ. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളില് ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ലേവ്യ പുസ്തകം 1:14 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പ്രാവിൻ കുഞ്ഞിനെ നീ വഴിപാടായി അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 14-ാം വാക്യം. അതിന്റെ 14 യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗം ആകുന്നു എങ്കിൽ, പർവ്വജാതികളിൽ ഒന്നിനെ കുറിച്ചുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അവൻ വഴിപാടായി അർപ്പിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? ഒരു കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കാളകളെയൊക്കെ. എന്നാൽ ഏത് സാധു മനുഷ്യനും ആമേൻ വഴിപാടായി അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രാവിനെ തെരഞ്ഞെടുത്തു. വിലയില്ലാത്ത ഈ പ്രാവിനെ തെരഞ്ഞെടുത്തു. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ പ്രാവിനെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തെന്നറിയാമോ? പ്രാവിനെ പ്രത്യേകതകളുണ്ട്. അത് വിശുദ്ധിയുള്ള ഒരു പക്ഷിയാണ്. ആമേൻ. നമുക്കറിയാം, നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയം ഉണ്ടായി. ഒന്നാമതായി നമ്മൾ കാണുകയാണ്, ഒരു കാക്കയെ പറഞ്ഞു വിട്ടു. ഈ കാക്ക ആരെ കുറിച്ച് പറയുന്നറിയാമോ? ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മാനസാന്തരപ്പെട്ടു. ഈ വചനത്തിന്റെ പ്രത്യേകത എങ്ങനെയാണെന്നറിയാമോ? ഈ ജനം മാനസാന്തരപ്പെടണം, ദൈവത്തെ അറിയാത്തവര്. ആമേൻ. ഒരു കാക്കയെ ആദ്യം ദൈവത്തിന് സ്തോത്രം ആ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. ആ കാക്ക പിന്നെ ഒരിക്കൽ പോലും വന്നില്ല. എന്നാ വരാഞ്ഞ്? അതിന് തിന്നാനുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. ചത്തുപൊങ്ങിയ മനുഷ്യരും മൃഗങ്ങളും അങ്ങനെയുള്ളതൊക്കെ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് കാക്ക ഒരിക്കലും ആമേൻ തിരിച്ചു വന്നില്ല. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നോഹ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പ്രാവ്, അത് വിശുദ്ധിയുള്ളതാണ്, അതിനെ അയച്ചു വിട്ടു. നോക്കിയോടെ, അതിനെ വിട്ടപ്പോൾ അത് ചെന്നപ്പോൾ അശുദ്ധമായ സ്ഥലമാണ് കാണുന്നത്. ആമേൻ. മൃഗങ്ങളും മനുഷ്യരും ചത്തുവീർത്തിരിക്കുകയാ. അതിന്റെ കാല അശുദ്ധിയിൽ അത് തൊടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. അത് വീണ്ടും മടങ്ങി വന്നു. വീണ്ടും 7 ദിവസം കഴിഞ്ഞ് ആ പ്രാവിനെ നോഹ പറഞ്ഞു വിടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ആമേൻ അവിടെ വീണ്ടും സ്വസ്ഥമായി നിൽക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ഒരു ഒലിവ് ഇല കൊണ്ടുവന്ന് ആമേൻ മടങ്ങി വന്ന് നോയെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് ആമേൻ പിന്നീട് നമ്മൾ കാണുകയാണ്, ജലം ആമേൻ ഭൂമിയിൽ പറ്റിപ്പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടകത്തിന്റെ ആമേൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമ്മുടെ വിഷയമല്ല. എന്നാൽ ഞാൻ പറയുന്നത്, കാക്കയെ പോലെ ഈ ലോകത്തിന്റെ സന്തോഷത്തിലും മോഹത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ലോകം നിനക്ക് സന്തോഷം തരും, സമാധാനം തരുമെന്നൊക്കെ നീ കരുതുന്നുണ്ട്. എന്നാൽ നിന്റെ ജീവിത വേളയില് നിന്നെ നിരാശയിലേക്ക് നടത്തിവിടുന്ന ഒരു കാര്യമാണ് ഈ ലോക ജീവിതം. എന്നാൽ കാക്കയെ പോലെ നീ ജീവിക്കാമെന്ന് കരുതിയാൽ അവസാനം നീ ന്യായവിധിയിൽ ചെന്നെത്തേണ്ടതായിട്ട് വരും. എന്നാൽ പ്രാവ് ഒരു വിശുദ്ധ പക്ഷിയാണ്. ആ പ്രാവിന് ഒരു പ്രത്യേകതയുണ്ട്. അതെപ്പോഴും കരഞ്ഞുകൊണ്ട്, അതിന്റെ കണ്ണ് ചുമന്നതാണ്, അത് കരഞ്ഞുകൊണ്ട് കുറുകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. ആമേൻ. മൂന്നാമതായിട്ട് ആ പ്രാവിനെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു ഗുണം മാത്രമേ അതിന്റെ ജീവിതത്തിലുള്ളൂ എന്ന് ശാസ്ത്രജ്ഞന്മാർ അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എത്രമാത്രം വിശുദ്ധിയുള്ള ഒരു പക്ഷിയാ, എത്രമാത്രം വിശുദ്ധിയുള്ള ഒരു പക്ഷിയാ പ്രാവ്. അതിനെയാണ് ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കുവാൻ പറഞ്ഞത്. അപ്പൊ ഒന്ന്, കുറുപ്രാവിനെയോ ആമേൻ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന്, അത് ഈ 2-ാം വിശുദ്ധ നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു വിശുദ്ധ ജീവിതത്തിനായി ഒരുങ്ങണം.
രണ്ടാമതായിട്ട് പ്രിയ ജോത്പുരർ വായിച്ചു, പുരോഹിതനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്റെ എന്ത് ചെയ്യണം, യാഗപീഠത്തിൽ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പിരിച്ച് എന്ത് വേദന അനുഭവിക്കണം. അത് കാൽവരിയിൽ യേശു അനുഭവിച്ച വേദനയുടെ നീളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തല പിരിച്ച് ഒടിച്ച് അതിനെ പറിച്ച് യാഗപീഠത്തിൽ ദഹിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി സ്വയം മരിക്കണം. അതിനെ കാണിക്കുക. നമ്മള് ജീവനോടെയാ, രണ്ട് കണ്ണും മൂക്കും കാലും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ജീവനോടെയാ. നമ്മൾ സ്വയം മരിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇന്ന് ഓർക്കണം, 3-ാം ദിവസം ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ദേഷ്യപ്പെടാനിടയാകരുത്. ദേഷ്യപ്പെട്ട് പോയാൽ സ്വയം മരിച്ചിട്ടില്ലെന്ന് അർത്ഥം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, കേൾക്കാൻ വേഗതയും വളരാൻ താമസവും. നമുക്കതുണ്ടോ? ആ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ദൈവം നമ്മളെ തള്ളിക്കളയില്ല. എന്നാൽ നമ്മളെ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ ബലഹീനതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞത്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. പിതാക്കന്മാർ പറഞ്ഞതല്ലാതെ വേറെ ആർക്കും ഒന്നും പറയാൻ കാണില്ല. അവരാത്മാവിൽ പറഞ്ഞതാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നാ നമ്മളിപ്പോ യോഗം കഴിഞ്ഞ് പോകുകയാണല്ലോ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണല്ലോ നമ്മൾ ശ്രദ്ധിച്ച് ലോകമാണ് അല്ലേ? ആരും പണ്ടത്തില്ലയോ? മരിക്കാൻ പേടിയാണോ? എന്നാൽ നേരെ മറിച്ച് നമ്മളൊരു പാപം ചെയ്ത് മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നേറ്റു പറയാൻ അവസരം കിട്ടാതെ നമ്മൾ മരിച്ചാൽ, ഞാൻ പേടിപ്പിക്കുന്നില്ല. കാരണം നരകത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഒരു കൂട്ടായ്മ മാത്രം, അവരെല്ലാം വിശ്വാസികളാണ്. അപ്പൊ നരകത്തെ കുറിച്ച് ആരും പ്രസംഗിക്കാറുമില്ല. ഞാൻ 1-2 ആഴ്ച കൊണ്ടാണ് തയ്യാറാക്കിയത്. പ്രസംഗിച്ചപ്പോ മറ്റുള്ള കൂട്ടായ്മകളിലൊക്കെ ആളുകളുടെ മുഖം കാണണം, വല്ലാതെ ഇരിക്കുക. കാരണം എല്ലാരും സ്വർഗത്തിൽ പോകുന്നത് നമ്മൾ ഇരിക്കുക. സ്വർഗത്തിൽ പോകാൻ അതിനൊരു വ്യവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കൂട്ടായ്മയില്, ഒരു മർദ്ദോമസഭയുടെ ഒരു കൂട്ടായ്മയില് ഞാൻ ഒത്തിരി സുവിശേഷകരെ കടന്നു വരുന്ന ഒരു കൂട്ടായ്മയില് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഓരോ പുരുഷന്മാരും എന്റെ അടുക്കൽ കടന്നു വന്നു. ഞമ്മളുടെ വർഷങ്ങളായി സുവിശേഷം ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. എന്നറിയാമോ? അത് പറയുമ്പോൾ എനിക്കൂടെ സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹം പോകും. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് കേട്ടിട്ടില്ലാത്തവർ കേൾക്കുമ്പോൾ ഈ യാതനാസ്ഥലം എന്താണെന്ന് മനസ്സിലാക്കി സ്വർഗത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുവാൻ അവൻ തയ്യാറാകും. അതുകൊണ്ടായിരിക്കാം ദൈവാത്മാവ് ആ വാക്കുകൾ, ആ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ തന്നത്. അതുകൊണ്ട് 1, നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. 2, നമ്മൾ സ്വയം മരിച്ചവരായിരിക്കണം. ലേവ്യാപുസ്തകം 1:16 ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ തീമ്പണ്ടം മരത്തോടുകൂടി പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്തുള്ള വെണ്ണീരിടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? ദഹിപ്പിക്കണം. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, എനിക്കറിയാം നമ്മളൊക്കെ പ്രായമുള്ളവരാണ്. നമുക്ക് ബ്രദറോട് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, ഭാഗികമായും അല്ലേ ഫുള്ളായും ഉപേക്ഷിക്കുന്നവരുണ്ടായേക്കാം, നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് ബുദ്ധിമുട്ടായി കാരണത്തില്. എന്നാൽ ഞാനത് പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം. ഫാസ്റ്റിങ്ങോടുകൂടി കടന്നു വന്ന് കരഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതമുണ്ടെങ്കിൽ ഈ 3 ദിവസത്തിനുള്ളിൽ നിന്നോട് അവൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചെവി തുറന്ന് വെക്കാത്തത് കൊണ്ടാണ് കേൾക്കാതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം 1 മണിക്കൂർ മുഴുവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നല്ല. സ്വതന്ത്രം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഉറങ്ങുന്നവരോട് ഒട്ടും ഇഷ്ടമില്ല. അവർ ക്ഷീണമുണ്ടായിരിക്കും ഉറങ്ങുന്നത്, പക്ഷെ ഒട്ടും ഇഷ്ടമില്ല. അതിനൊരു കാരണമുണ്ട്. എന്നറിയാമോ? ചിലരൊക്കെ ഇന്നലെ ഒരാൾ പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ 1 മണിക്കൂറിലെ വചന ശുശ്രൂഷയിൽ ഒരു വേടായിരിക്കും അവനെ രൂപാന്തരപ്പെടുത്തുന്നത്, അവളെ രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പൊ അവൻ ഉറങ്ങിയാൽ എന്തായി? അവന്റെ ചാൻസ് മിസ്സായി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. കാരണം എന്റെ ഗുരുനാഥനാണ് ദൈവത്തിന്റെ സ്തോത്രം, ആത്മീയ ഗുരുവാണ് പിലിപ്പിച്ചായൻ. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ കണ്ണടച്ച പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പിന്നെയും കേട്ടതാണെന്ന് ആരും പറയണ്ട. ഞാൻ കേൾക്കാത്തവരുണ്ടാകും. ഞാൻ കണ്ണടച്ച ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ധരിച്ചു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്റെ പ്രസംഗം മുഴുവൻ പോകുന്നത്. പിലിപ്പിച്ചായനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം. അയ്യോ, എന്റെ ദിവസേ
നീ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കണ്ണു തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, അയ്യോ ഒരു കുഴപ്പവും വരികയില്ല. ഞാനൊരു ധൈര്യമൊക്കെ സംഭരിച്ച് ഒരിക്കൽ ആദ്യത്തെ ഒരു ചെറിയൊരു വചന ശുശ്രൂഷയില് ഞാൻ കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കുള്ള വചനമായിരിക്കുമെന്ന് വരുന്നത്. നീ ഉറങ്ങിപ്പോയാൽ ഒരുപക്ഷെ നിന്റെ ജീവിതത്തില് അത് നിനക്ക് മിസ്സായി പോകും, അല്ലെ? വണ്ടി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ, ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിന് വേണ്ടി നോക്കിയിരിക്കാന് ലോകമനുഷ്യർക്ക് കഴിയും. പക്ഷെ മിസ്സായ ട്രെയിൻ ഒരിക്കലും പിന്നെ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാ. ഇവിടെ പറയുകയാണ്, ആമേൻ, നീ ഫാസ്റ്റിംഗിലായിരിക്കുന്നുവെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഓർക്കുകയാണ്, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ യോന അനുദപിച്ചപ്പോൾ, ആമേൻ, അവൻ അയ്യം വിളിച്ചപ്പോൾ, അപ്പം കണ്ടോ, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആരും നിലവിളിക്കത്തില്ല. ഞാനിന്ന് ഓർക്കുന്നു, വീണ്ടും ഖത്തറിൽ പോകാനായിട്ട് പിന്നെ കുറച്ച് ദിവസം താമസിച്ചിട്ട് ഖത്തറിൽ പോകാൻ ഞാൻ കടന്നു വന്നവരാ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വേദനയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പിന്നെ പോകാതിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അവനെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ അവൻ അനുദപിക്കണമായിരുന്നു. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ പോകേണ്ടി വന്നത് റശീസിലേക്ക് കൂലി കൊടുക്കാം. എന്നാ കർത്താവ് പറഞ്ഞതുപോലെ നിരവയിലേക്ക് അവന് കപ്പൽ കയറാൻ പോയിരുന്നെങ്കിൽ കൂലി കൊടുക്കണ്ടായിരുന്നു. അവിടെ ദൈവം ഒരാളെ ഒരുക്കിയത്. നോക്കിയേ, കൂലി കൊടുത്തു പോയിട്ട് എന്തോ ആയി, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ അവൻ കിടക്കേണ്ടതായി വന്നു. അവിടെ കിടന്ന് അയ്യം വിളിച്ചു, ദൈവമേ, ഞാൻ അനുസരണക്കേട് കാണിച്ചു, ഞാൻ പൊക്കോളാം, ആമേ, ഞാൻ നിലവിലേക്ക് പൊക്കോളാം. പക്ഷെ സാധ്യത ഇല്ലാതിരുന്നപ്പോഴാണ് അങ്ങനെ നിലവിളിച്ചത്. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ മുൻപിൽ എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നിലവിളിക്കുമ്പോൾ അവയെ അത് വലിയൊരു അനുഗ്രഹമായി മാറും. യോനെ സംബന്ധിച്ചിടത്തോളം അവന് സാധ്യതയില്ല, അല്ലേ? ആദ്യമൊക്കെ ഞാൻ കരുതി ഈ മഹാമത്സ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ മത്സ്യം ഉണ്ടോ? അത് ഈ ഞാൻ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടത്തിൽ പിന്നെ അതിനുശേഷം ഒരിടത്ത് ഏതാണ്ട് 9 or 10 അടി വലുപ്പമുള്ള വലിയൊരു മഹാമത്സ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരിത് അവിടെ അടുത്ത് കിടക്കുന്നതായിട്ട് എന്റെ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായത് ഉണ്ടായിരുന്നെന്ന്. പല ആളുകളും പറയാം അങ്ങനെയൊന്നും ഇല്ലെന്ന്, ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, മഹാമത്സ്യമുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് 3 മനുഷ്യർക്ക് കയറിയിരിക്കാം. ഓ, ദൈവം ആരാ? നമ്മൾ ഒരു കാര്യം മറക്കുന്നത്, അനുസരണക്കേട് കാണിക്കുമ്പോൾ എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ക്രമീകരിച്ചോളും. അവൻ എന്നാന്നറിയാമോ, യോന അനുസരണക്കേട് കാണിച്ചപ്പോൾ അവന്റെ പിന്നാലെ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. സ്വതം അബ്രഹാം പിതാവ് അവൻ യാഗം അർപ്പിക്കുവാൻ പോകുമ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേദപുസ്തകത്തിൽ ഉണ്ടോന്നറിയില്ല, അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചത് ഞാൻ കേട്ടു. അതെന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തില് അത് അനുഭവമായി മാറണം. അവൻ മലയുടെ അങ്ങേ ചരിവിൽ നിന്ന് ഒരാട്ടുപോറ്റൻ ഇസ്ഹാക്കിന് പകരമായി യാഗം ചെയ്യുവാൻ ദൈവം അയച്ചിരുന്നു. ഇത് സത്യമാണല്ലോ. മഹാമത്സ്യം അവനെ കൊണ്ട് അവനെ വലിച്ചു. അവൻ തന്നെ പറഞ്ഞ ഇട്ടോളം പറഞ്ഞു, യോന തന്നെ പറഞ്ഞു, പ്രവാചകൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്ത് കാരണമാണ്? ഞാൻ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ മരിച്ചു, എന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. എനിക്ക് അങ്ങനെ ആരെങ്കിലും പറയൂ? ഇല്ലേ? ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നമ്മളൊക്കെ ഞാൻ എപ്പോഴും അത് പറയുമ്പോൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ധനവാനായ മനുഷ്യൻ അവന്റെ സഹോദരന്മാരെ ഓർത്ത് മാനസാന്തരപ്പെട്ടു. യാതൊരു സ്ഥലത്തൊന്നും ഞാൻ അവന് വിടുതലില്ലെന്ന് മനസ്സിലാക്കിയപ്പോ അവനിങ്ങനെ പറഞ്ഞു, എന്റെ സഹോദരന്മാർ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ലാസറിനെ അയക്കണം. ഉടനെ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഇവിടെ വചനമുണ്ട്, പ്രവാചകന്മാരുണ്ട്, അതുകൊണ്ട് അയക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരിച്ചുപോയവരെ ഒന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. ഇവിടെ വചനമുണ്ട്. വചനം കേട്ട് നീ വിശ്വസിച്ച് ദൈവവൈതലായി തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവനെ പുറത്തിട്ടപ്പോൾ അവനെ ഒരു മത്സ്യം വിഴുങ്ങി. എന്നാൽ അവനോട് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, യോനെ
മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എബ്രായ ബാലന്മാരെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ മറന്നു പോകരുത്, എബ്രായ ബാലന്മാരെ ഇട്ടത് എങ്ങനെയുള്ള തീയിലാണെന്നറിയാം. ഈ 7 പൂർണ്ണതയെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് യോന 7-ാം ദിവസമാണ് ഈ പ്രാവിനെ വിടുന്നത്. പിന്നെ 7 ദിവസം അങ്ങനെയാണ് വിടുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മറന്നു പോകരുത്, ഇവിടെ എബ്രായ ബാലന്മാരെ 7 ഇരട്ടി ശക്തിയോടെ തീ കൂട്ടി അവന്റെ ശത്രുക്കൾ, എന്നിട്ട് അവിടേക്ക് വലിച്ചെറിയുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, ആ തീയിൽ നാലാമനായി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവുണ്ട്. അപ്പൊ നമ്മുടെ ഭവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അരികിൽ ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വർഗ്ഗമെന്ന് സന്തോഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എബ്രായ ബാലന്മാരെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്, പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഈ 3 ദിവസം കൊണ്ട് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആരെങ്കിലും രോഗത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഭാരത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ശുഭവാർത്ത, ഒരു നല്ല വാർത്ത ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, ലേവ്യ പുസ്തകം 1:17 ഇങ്ങനെ പറയുന്നുണ്ട്. 1:17 വായിച്ചു. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ളതായി തീരും. പ്രിയപ്പെട്ടവരെ, അതിനെ രണ്ടായി പിളർക്കണം. പിളർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, അതിനകത്ത് അഴുക്കൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ യാഗവസ്തു വിശുദ്ധിയുള്ളതായിരിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഇത് 3-ാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഹൃദയ തകർച്ചയെ കാണിക്കുന്ന കാര്യമാണ്. തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ ആരാ പറഞ്ഞത്? ദാവീദ് പറയുക. പ്രൈസ് ദി ലോർഡ്. തകർന്നു നുറുങ്ങിയ അവന്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ പാടിയത്. തന്റെ അനുഭവം തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല. ദൈവത്തിന് സമയം വേഗത്തിൽ പോകുന്നല്ലോ. അപ്പൊ 3-ാമതായിട്ട് ഇവിടെ ഓർപ്പിച്ചത് ഹൃദയ തകർച്ചയ. 1-ാമതായിട്ട് കുറുപ്രാവനെ അർപ്പിക്കുന്നത് വിശുദ്ധിയെ കാണിക്കുന്നെങ്കിൽ, 2-ാമതായി അതിന്റെ തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കുന്നത് ഞാനും നിങ്ങളും ഒന്നുമല്ല, നമ്മുടെ അങ്ങോട്ട് മാറിയിട്ട് സ്വയം മരിക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കുകയാണ്. 3-ാമതായി ആമേൻ ആമേൻ, ദൈവത്തിന് സ്തോത്രം, അവിടെ പറയുകയാണ് ആ ഹൃദയ പിളർക്കുന്നത് ഹൃദയ തകർച്ചയെ കാണിക്കുകയാണ്. അന്നയോട് ചോദിച്ചാൽ അന്ന പറയും. ഇപ്പൊ ചോദിക്കാൻ പറ്റത്തില്ല. അന്ന സ്വർഗത്തിലുണ്ട്. ആ സമയത്ത് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെന്ന് കഴിയുകയാണെങ്കിൽ അപ്പൊ അന്നയോട് ചോദിച്ചാൽ അന്ന പറയും, ആമേൻ, എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയം ഞാൻ പകർന്നപ്പോൾ. ആരും അങ്ങനെ കരഞ്ഞു? ഇല്ല, അങ്ങനെ കരഞ്ഞിട്ടില്ല. അവരെ വല്ലവരും കാണും അല്ലേ? എന്നാൽ ഒരു വിഷയം വരുമ്പോ ആളുകൾ കാണുന്ന ഒരു വിഷയമല്ല. അവൻ വാവിട്ട് നിലവിളിക്കും, അവൻ കരയും, അവന് വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആഫ്രിക്കയില് ഒരു സംഭവം കണ്ടു. കുറെ അമ്മമാര് വാവിട്ട് നിലവിളിക്കുക. അവരുടെ ഗ്രാമം മുഴുവൻ അവർ കത്തിച്ചു കളഞ്ഞു. ക്രിസ്തു വിരോധികള്. അമേൻ. അവര് എങ്ങനെ ആ ഒരു ഭവനം ഉണ്ടാക്കും അതോർത്ത് നിലവിളിക്കുന്നത് കണ്ടു. എന്നാൽ എനിക്കൊന്നറിയാം, ദൈവിക പദ്ധതി അവരിൽ വെളിപ്പെടുന്ന ഒരു കാലമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നോക്കിയേ, അന്ന തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പാർന്നു. അവിടെ ചിരി ചെറുതായിട്ടൊന്ന് അനങ്ങിയതേയുള്ളൂ. ശബ്ദമൊന്നും പുറത്തു വന്നില്ല. എന്നാൽ ലോക മനുഷ്യർക്ക് അതറിയത്തില്ല.
പുരോഹിതന് അത് മനസ്സിലായില്ല. പുരോഹിതൻ അവളെ ഒരു ചീത്ത സ്ത്രീയായി കണ്ടു. പക്ഷെ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. അതുകൊണ്ട് എന്താണെന്നറിയാമോ, അവൾ മറുപടി ലഭിച്ചവളായി മടങ്ങിപ്പോയി. ഉപവാസത്തിന്റെ 3-ാമത്തെ ദിവസത്തില് പ്രിയപ്പെട്ടവരെ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യോനയെ വിടുവിച്ചുവെങ്കിൽ, എബ്രായ ബാലന്മാരെ അവൻ ദൈവത്തിന്റെ സ്തോത്രം തീയിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ചുവെങ്കിൽ, നമ്മുടെ വിഷയത്തിന്റെ മേൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ ഒന്ന്, നമ്മൾ വിശുദ്ധിയുടെ അനുഭവത്തിൽ വരണം. 2, ഞാൻ ദൈവസന്നിധിയിൽ ഒന്നുമില്ല എന്നുള്ള തീരുമാനമെടുക്കണം. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ അങ്ങനെ തീരുമാനമെടുത്തൊരു ദിവസമുണ്ട്. 1991 ഒക്ടോബർ 11 ഞാൻ ഒന്നുമല്ല ദൈവസന്നിധിയിൽ. അതുവരെ ഞാൻ ധരിച്ചിരുന്നത് എന്താ, ഞാൻ എന്തൊക്കെയോ ആണെന്നാ. കാരണം എത്ര പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, എത്ര പേരുടെ ആവശ്യങ്ങള് നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതുകയാണ് ഞാൻ വലിയ സമർത്ഥനാണ്, മിടുക്കനാണ്. എന്നാൽ 91 എനിക്ക് ബോധ്യമായി, 1991 സെപ്റ്റംബർ 11 എനിക്ക് ബോധ്യമായി ഞാൻ മഹാമണ്ഡന. എന്താണെന്നറിയാമോ, ദൈവത്തെ അറിയാത്തവരെല്ലാം മണ്ടന്മാരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് മുതൽ ഈ ദൈവത്തിന്റെ പിന്നാലെ ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കുടുംബമായി ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്നവരും അങ്ങനെ തന്നെയാണ് ആയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവാവസ്ഥ 1:17 വീണ്ടും പറയുന്നുണ്ട്, അതേ ആ യാഗം സൗരഭ്യവാസനയായ ദഹനയാണ്. എന്താ സൗരഭ്യവാസനയായ ദഹനയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ആമേൻ, സൗരഭ്യവാസനയായ ദഹനയാകുമെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നിലവിളിക്കുമ്പോൾ, ഞാനും നിങ്ങളും കരയുമ്പോൾ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ ഞാനും നിങ്ങളും ദഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ നിറവിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അത് പരിശുദ്ധാത്മാവിനെ തീയായി കാണിക്കുന്നുണ്ട്. ആ തീയിലായി തീർന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വിഷയത്തിന് വിടുതലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിന് യോഗ്യൻ ക്രിസ്തുവത്രേ, മാധുര്യ രാഗമാം ഗീതങ്ങളാലെ അവനെ പാടി പുകഴ്ത്താം. ആമേൻ. അതിന്റെ 2 ഒരു ശാൻസ പാടിക്ക്. ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, സ്വർഗം കുറിച്ചിട്ടിരിക്കുക. നമ്മൾ ലഭിച്ചവരാ. ഒരു കണ്ണിനും ദയ തോന്നാത്തവരായിരുന്നു. ഇസ്രായേൽ ജനങ്ങളോട് സംബന്ധമില്ലാത്തവരായിരുന്നു. വാഗ്ദത്തങ്ങൾ നമുക്ക് അന്യമായിരുന്നു. എന്നാൽ ഈ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തെ സ്വീകരിച്ചപ്പോൾ ഇതാ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുക. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. ഞാനെപ്പോഴും പറയുകയായിരിക്കും, അല്ലെ നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ നമ്മളോടെ എന്താ ചിന്തിക്കട്ടെ, എനിക്ക് ദൈവമക്കളാകുവാൻ അവകാശം കിട്ടിയെന്നോ, ഇതെന്തൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ ഓർക്കുമ്പോ നമ്മൾ സ്തോത്രം ചെയ്യും. അല്ലാത്ത എന്താ പറയാ, എപ്പോഴും കേൾക്കുന്നതെന്ന് പറയും. നമ്മളെ തന്നെ നോക്കിയിട്ട് പറയും, എനിക്കത് ദൈവമകനാകാൻ, ദൈവമകളാകാൻ ദൈവം അവകാശം തന്നല്ലോ. യാതൊരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്തെന്ന് നമ്മൾ പറയുമ്പോൾ അവരാണ് കൃപ പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉപവാസം ശുദ്ധീകരണം കൂടാതെ ഉപവാസിച്ചാൽ ദൈവം കേൾക്കുകയില്ല. യെശയ്യാവ് 58-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ എനിക്കിഷ്ടമുള്ള നോയമ്പ് മനുഷ്യർ ആത്മപതനം ചെയ്യുന്ന ദിവസവും എങ്ങനെയുള്ളതോ എന്നിട്ട് ചോദിക്കുകയാണ്. തലയെ വേടത്തെ പോലെ കുനിക്കുകയോ ഇരുട്ടും വെണ്ണീരും കിടക്കുകയോ ഇതാകുന്നുവോ ഉപവാസം? അല്ല. അവിടെ പറയുക, 1 അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക. ഇതാകുന്നു എനിക്കിഷ്ടമുള്ള നോയമ്പ്. ഒത്തിരി ആത്മീയകർമ്മങ്ങൾ അതുണ്ട്. നമ്മള് ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനെ ഇങ്ങനെ പ്രസംഗിച്ചു. നമ്മൾ പ്രാർത്ഥിക്കും, സ്വർഗസ്വനായ
ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമല്ല മറ്റുള്ളവരും അതിനകത്തുണ്ടെന്ന്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു ജീവിക്കുവാൻ മാർഗമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തില് ഒരു രോഗിയായിട്ടുള്ളവർ ഒരാളുണ്ടെങ്കിൽ, ചികിത്സയ്ക്ക് പണമില്ലെങ്കിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് യോഗ്യതയില്ലെന്ന് ഒരു ദേവദാസൻ പറഞ്ഞു. നമ്മൾ അവരെ മറന്നാൽ, നമ്മൾ അവരെ കൂടെ ചേർത്താ പ്രാർത്ഥിക്കാൻ പിതാക്കന്മാർ പഠിപ്പിച്ചത്. മനസ്സിലായോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോ എന്റേത് മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, നമ്മുടെ സഹോദര വർഗത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും കൂടെ ദൈവത്തെയാണ് പിതാക്കന്മാർ പ്രാർത്ഥിപ്പാൻ നമ്മളെ പഠിപ്പിച്ചത്. അല്ലെ, യേശുക്രിസ്തു പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. അദ്ദേഹം വലിയൊരു ദേവദാസനാ. അദ്ദേഹം പ്രസംഗിച്ചപ്പം അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി, പലപ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്, പക്ഷേ അത് നമ്മള് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മാത്രമായി ഒതുക്കി തീർക്കുകയാണെന്ന് അദ്ദേഹം പ്രസംഗിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനങ്ങ് വിടുകയ. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു ദേവദാസന് വലിയ പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ കുറെ ചെറുപ്പക്കാര് പിള്ളേര് കല്ലറയുടെ പുറത്തിരിക്കുക. ദൈവം ഓർമ്മിച്ചോണ്ട് ഞാൻ പറയും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ ധനവാനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ വിശദീകരിക്കത്തില്ല. നമുക്കെല്ലാം അറിയാം. വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾ കേട്ടതാ, ഞങ്ങൾ അറിഞ്ഞതാ എന്ന് പറയും. പക്ഷെ നമ്മളത് അതീവ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് നമുക്ക് പുതുമ തോന്നുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ധനവാനായ മനുഷ്യൻ തന്റെ വിള അദ്ദേഹം വിതച്ചു. ആ വർഷം അദ്ദേഹത്തിന് വലിയ വിളവുണ്ടായി. വളരെ ചെറിയ അത് ശേഖരിക്കുന്ന ചെറിയ സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവന് ലഭിച്ചതായ ധാന്യങ്ങൾ കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാതെ വന്നതുകൊണ്ട് അവൻ വലിയൊരു കളപ്പുര ഉണ്ടാക്കി. അങ്ങനെയല്ലേ നമ്മള് ആദ്യം ചെറ്റക്കുടലിൽ താമസിച്ചിരുന്നു. 60 വർഷം മുമ്പ് നമ്മളൊക്കെ ഇത് വല്ലാതെ സംഭവിക്കുന്നത് ചാണകം മേഞ്ഞ തറയിൽ ഒറ്റപ്പായിൽ കിടന്നുറങ്ങിയവര്. അത് അന്നും കട്ടിലുണ്ടായിരുന്നു ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം വലിയ കളപ്പുര ഉണ്ടാക്കി. ഞാൻ ഇത് കൂട്ടിവെക്കും. എന്നിട്ട് എന്താ പറയുന്നറിയ? അത് കാക്കയുടെ സ്വഭാവമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഉടനെ അവനൊരു ശബ്ദം കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കണം ആ ശബ്ദം. അവനൊരു ശബ്ദം കേട്ടു, മൂഢ, നിന്നെ ഈ രാത്രി വിളിച്ചാൽ നിന്റെ നിത്യതയോടെ ചെലവഴിക്കും. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ കല്ലറപ്പുറത്തിരുന്ന ചെറുപ്പക്കാരന് അവിടെ നിന്ന് തീരുമാനമെടുത്തു. അവൻ പിന്നെ ഞങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു, ഓടുകയായിരുന്നു എന്ന് പറയാം. ശുശ്രൂഷകൾക്കൊക്കെ ഓടുകയായിരുന്നു. ഞാനിത് പറഞ്ഞത് എന്നാന്നറിയാമോ? എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു വിലയും കൊടുക്കേണ്ട, യാതൊരു ചിലവുമില്ല. കാൽവരിയിൽ ജീവൻ ബലിയർപ്പിച്ച യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് നീ മരിച്ചു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ലോകത്തിന്റെ നെറുകയിൽ നിന്നൊഴുകിയ രക്തം നിന്റെ ശിരസിൽ മേൽ ഒഴിച്ച് നിന്നെ ശുദ്ധീകരിച്ച് നിന്റെ പ്രിയ മകനാക്കി, നിന്റെ മകനാക്കി മകളാക്കി തീർക്കും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ കൂടെ, ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, സാഹചര്യങ്ങള് അനുകൂലമല്ലാതിരിക്കുന്ന ആളുകൾ, രോഗികളായിരിക്കുന്നവർ, അവരെ കൂടെ പരിഗണിക്കുമ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, പുത്രൻ പഠിപ്പിച്ചത് പ്രാർത്ഥന, അത് അർത്ഥവത്തായി തീരുന്നത്. അതിന് ദൈവമിടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പറയാനുണ്ടായത് ഞാൻ അങ്ങ് വിടുകയാണ്. ഉപവസിക്കാൻ വരുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്.
എന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്, ഉണ്ടാകണം. ഞാൻ 3 നാള് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നു. എന്റെ മുഖം സന്തോഷിക്കുകയാണ്, എന്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. കാരണം എന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വാടിയ മുഖം കാണിക്കുക, അങ്ങനെ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനതെല്ലാം അങ്ങ് വിടുകയാ. ആമേൻ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സമയം പോയതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ആമേൻ. എന്നെങ്കിലും ഞാൻ പറയട്ടെ, ഉപവസിക്കുമ്പോൾ വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഉപവസിക്കുവാൻ. രണ്ടാമത്, നമ്മൾ സ്വയം മരിക്കണം. കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമില്ല, ഏതുമില്ല എന്ന് സമ്മതിക്കണം. എന്റെ ദൈവം തന്നെയാ വലിയവന്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഞാനൊരു വാക്ക് സംസാരിച്ചത് എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ആമേൻ. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ദൂരെ അയക്കുവാൻ, ജോലി ലഭിക്കുവാൻ ഒക്കെ ഇടയാക്കിയത് ദൈവത്തിന്റെ കൃപയല്ല. എന്നാൽ നമുക്ക് വിശ്വാസികൾക്ക് പറയാൻ കഴിയും, അവര് ദൈവസന്നിധിയിൽ ഒന്നുമില്ലെന്ന് സമ്മതിച്ച് കണ്ണുനീര് ഒഴുക്കിയതിന്റെ നന്മകളാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ കരഞ്ഞതിന്റെ നന്മകളാ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സ്വയം മരിക്കണം. 3 ഉപവാസം കഴിയുമെങ്കിൽ ഉപവാസത്തോടുകൂടെ തന്നെ നമ്മൾ കടന്നു വരണം. 4ാമതായിട്ട് പറയുകയാണ്, ആമേൻ, എന്താ? ഒരു ഹൃദയ തകർച്ച നമുക്കുണ്ടാകണം. ആമേൻ. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം ദഹിപ്പിക്കണം. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പോലെ അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ വരുമ്പോൾ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചന കേൾവി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്വന്തം പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴിയുള്ള പരിശുദ്ധമായ സംബന്ധം, സഹവാസം, ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും, 3 ദിവസം വെച്ച സകല വിഷയങ്ങളുടെ മേലും, അതിന് മറുപടി തന്നതിന്മേലും, എല്ലാ കാര്യങ്ങളുടെ മേലും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമീൻ. കർത്താവ്